അവിടെ പോകുന്നു, ഇറങ്ങുന്നു, കേറുന്നു, ഇറങ്ങുന്നു. എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഞാൻ ഇത് മുടിയാനുള്ള പ്രസംഗം ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചാറ്റ് റെഡിയല്ലേ? ഞാൻ ഉദ്ഘാടനം ചെയ്ത് കൂട്ടിപ്പോയെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞ് കൂട്ടിച്ചാൽ ഇനിയിപ്പോ കൊറേ പോസ്റ്ററൊക്കെ വരും വഴിയെ. ഇവന്റെ അടുത്ത് വണ്ടി എടുക്കല്ലെന്ന് ഇതൊക്കെ ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ ജോക്കി. ഇതൊക്കെ ജോക്കി ഇതൊക്കെ ഓവറല്ലേ ജോക്കി? ഇതൊക്കെ ഭയങ്കര ഓവറല്ലേ? ഇത് ഭയങ്കര ഓവറാണ്. ഇത് എന്തോ ഇത് ഈ സിറ്റിയില് നമ്മുടെ ഹേറ്റേഴ്സ് ഒക്കെ ജോക്കി നിൽക്കുന്ന കണ്ടോണ്ട് എന്തൊക്കെ തെറിയായിരിക്കും അവന്മാര് മൈൻഡിൽ വിളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയോയിലൊക്കെ. നാട്ടിലുള്ള ഇവിടുത്തെ നമ്മുടെ ഹേറ്റേഴ്സ് ഗ്യാങ്ങുകളെല്ലാം ജോക്കിയുടെ ഈ സാമാനം കാണിച്ചിരിക്കുന്ന ഈ കയ്യിലുള്ള ഫോൺ ഇത് കണ്ടിങ്ങനെ സാമാനം കാണുമോ? അത് ചെക്ക് ചെയ്ത് നോക്കണം. അത് ഇല്ല ജോക്കി റിയൽ ലൈഫിൽ പോലെ തന്നെ. ഇല്ല കാണൂല. വാ ഇതൊന്നും അല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോ ഒരെണ്ണമുണ്ട്. എടാ അതും കൂടെ കാണിച്ചു കൊടുക്കണടാ. എടാ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണിച്ചു കൊടുക്കണം. പച്ചയുണ്ട്, ചുവപ്പുണ്ട്. കൊള്ളാം. ഇതൊക്കെ റോങ് സൈഡാ ജോക്കി. എടാ ഇത് പറഞ്ഞ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഗാംഗോസിന് ഫ്രണ്ടിൽ കൊണ്ടുപോകാം ജോക്കി. പൊട്ടിച്ചേക്കുന്ന നോക്ക് ജോക്കി. ഇതിനു വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജോക്കിയെ. ഇത് ഗാംഗോസിന്റെ ഫ്രണ്ടിലാണോ? അതല്ലായിരുന്നോ സ്കൂള്? ഇതൊക്കെ നാളെ ഗ്യാങ്ങറാവേ ചോദിക്കാതെ പറയാതെ. ജോക്കർ ബ്രോ ജോക്കി കയറിക്കോ. പിന്നെ ഇവളുമാരൊക്കെ വെൽക്കം കിട്ടിയില്ല. നമുക്ക് ഏതാണ്ടെങ്കിലും മോളല്ലേ അയ്യോ കേവിലുള്ള പയ്യവരാണോ? സോറി കേറട്ടെ. എന്നെ നോക്കണമല്ലോ. ഓ താങ്ക് യു. തറയൊരു കൊക്ക് നിപ്പുണ്ട്. ഞാൻ കേട്ടന്റെ കുഴപ്പമായിരുന്നു. കൊച്ചിന്റെ പറഞ്ഞ് വിദ്യാലയ അകത്തോട്ട് കയറപ്പോ ജോക്കി. അകത്തോട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ലീഡറിനെ വിളിക്കത്തില്ലേ? ലീഡറിന്റെ പേരില്ലേ? പരുന്ത് വാസം പറഞ്ഞല്ലോ. ബാക്കി യൂണിറ്റ്സ് എല്ലാവരും തന്നെ ഇടിഞ്ഞു പോണേ. നമ്മളെ എതിരേക്കാൻ ആരും ഇല്ലടെ. കൊക്കും കുരങ്ങനും ഒക്കെ ഉള്ളു. നാടിന്റെ നായകർക്ക് സ്വാഗതം. ഒരു 1.5 മണിക്കൂറായി ഇവിടെ പോസ്റ്റ് ആണോ ഞങ്ങൾ പീഡി കംപ്ലീറ്റ്. സാറേ ഇത് ഞാനല്ല ചീഫ് ഗസ്റ്റ് സാർ. ജോക്കിയാണ് ചീഫ് ഗസ്റ്റ്. അല്ല നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞു. ജോക്കി സാർ ഇതൊക്കെ ഇതെങ്ങനെ വരുന്നത്.
നിങ്ങൾ കണ്ട നമ്മളെ നാടിന്റെ നായകർക്ക് കണ്ട നായെന്ന് വിളിക്കാൻ ഒരു അവസരം അവൾ അങ്ങനെ ഈ നായകർ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ എഴുതിയേക്കണം? അതെന്റെ ചോദ്യം. അവരെന്റെ അടുത്ത് സ്റ്റേജിൽ ഇരിക്കാനാ പറഞ്ഞത്. അതിനി പിന്നത്തേക്ക് വെച്ചേക്കുവാണെങ്കിലോ? വാ, അത് കഴിഞ്ഞിട്ട് നോക്കാം. വാ, നാടിന്റെ നായ. ഞാൻ അല്ലേ സ്റ്റേജിലിരിക്കണം, ഞാൻ ഇവിടെ സൈഡിൽ ഇരുന്നാ പോരെ? ഹലോ. അയ്യോ, ഞാൻ റേഡിയോക്കകത്ത് ചോദിച്ചായിരുന്നു മോനെ. അവന് അച്ഛനെ കിട്ടിയ സന്തോഷമാണ് എന്നെ കണ്ടപ്പം. ഓടി രക്ഷപ്പെടട്ടെ. ഇതാണ് കാണേണ്ടതാണ്. അണ്ണന്റെ സൈഡിൽ ശശികൊക്കെ ഇരിക്കാൻ പോണ സ്റ്റേജില്. സ്റ്റേജിലോട്ട് വരുമോ? പരിന്തോഷനെ സ്റ്റാഫ് റൂം ചെയ്ത് വെച്ചൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. സ്റ്റാഫ് റൂം ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഇത് ആക്ച്വലി നമ്മള് എക്സ് ആവുന്നതിന് മുമ്പ് വെച്ചതാണ്. ഇത് നമ്മള് എക്സ് ആയല്ലോ. സൂസന്റെ ഇതിന് മാറ്റിട്ട് സൂസന്റെ ഭർത്താവ് ഈ സ്കൂളിന്റെ ഐശ്വര്യം ഞാൻ വെച്ചോളാവേ. കുഴപ്പമില്ല. സൂസന്റെ ഭർത്താവല്ലേ നിക്കുന്നത്. പിള്ളേർക്ക് കല്യാണം കഴിഞ്ഞു. വാസോടെ കയറി പിടിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടൊരു കേസ് കൊടുക്കേണ്ടി വരും. സ്റ്റേജിലോട്ട് അലീന ഒരു മിനിറ്റ് ഒന്ന് വരും അലീന. നീ സ്കൂളിന്റെ ഏതാണ്? ഓക്കെ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. എ ക്ലാസ് സാധനം. ഒരുപാട് നന്ദിയുണ്ട് അലിയ. അയ്യോ, ഇങ്ങനെ ഇരിക്കണോ ശരിക്കും? ഡേഞ്ചറാന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് അടിക്കണേ. ഡു ലൈക്ക് ദി സ്ട്രീം. എടാ ഈ സ്കൂള് സ്റ്റാഫ് റൂം കണ്ടോ? എടാ സ്റ്റാഫ് റൂം കണ്ടോ? പിന്നെ സ്റ്റാഫ് റൂം കണ്ടോ? പിന്നില്ല. എങ്ങനുണ്ട്? കൊള്ളാം ചോദിക്കും. നല്ല രസമുണ്ട്. ശരി, നമുക്ക് ഇരിക്കാം. തീർക്കട്ടെ. മറ്റേ കൊക്കിന്റെ കടുത്തില്ല. കൊക്ക പിന്നെ സൂവല്ലേ ഇത്? കൊക്കിന്റെ അടുത്ത് പുറകിന്റെ അടുത്ത് ഇരിക്കാൻ. പയ്യ മനസ്സിലാവും. വലിയ ഒന്നും പറയണം. ഇത് വിദ്യാലയമല്ല. ഇവിടെ നോക്കിയാൽ കൊരങ്ങൻ 50 മെമ്പർഷിപ്പ് മിസ്ഡ്. അയ്യോ, ഫാസ്റ്റ് ഫീസ് ബ്രോ ആണോ? ഫാസ്റ്റ് ഫീസ് ബ്രോ, താങ്ക് യു സോ മച്ച്. 50 മെമ്പർഷിപ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. അതാണ് ശശികൊക്ക്. ശശികൊക്ക വേലിയായിട്ട് എങ്ങനെ ബന്ധം വരും? എണ്ണിട്ടാണ് ഞാൻ ഈ ഡെസ്കിന്റെ ഇത് മറിഞ്ഞാണ് ഇരിക്കുന്നത്. സാമാനം കാണൂല്ലെങ്കിൽ അപ്പുറത്തോട്ടറി ഞാൻ അല്ലെങ്കിൽ സാമാനം കാണും കേട്ടോ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. കണ്ട ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇരിക്കാത്ത ഇരിക്കുമ്പോ കണ്ടോ? നോക്കിട്ട് അറിയാം കേട്ടോ. ഇന്നലെ ഗാങ്ങി ശശികൊക്ക് ചിമ്പു കൊരങ്ങൻ കോട്ട കിട്ടിയേക്കുന്നത്. എന്തൊക്കെ സഷ്ടങ്ങൾ. വെൽക്കം ഡ്രിങ്ക് നിന്റെ കാട്ട മിക്സ് ചെയ്ത കോക്ടെയിൽ ആയിരിക്കും അല്ലേ? ഒന്നാമത് എന്റെ സാധനം കാണാം. മാറിക്ക്. എടാ കൊക്കെ, മനുഷ്യന് വേണ്ടുന്ന കുടിക്കാനൊക്കെ ഞാൻ പോയി കുടിച്ചോളാം. നീ എനിക്ക് തരല്ലേ? കിടുക്കാച്ചിയുള്ളൂ. എടാ ഇതെങ്ങനെ എലിയായിട്ട് ബന്ധം? എങ്ങനെ എലിയുടെ തോളത്തിരുന്നുള്ള ബന്ധം ഇവന്? വേറെന്ത് ബന്ധം? മാറിയില്ല എന്റെ മൂട്ടിന്ന് മാറിയില്ല. എനിക്ക് കൊക്കും കൊരങ്ങനൊന്നും ഇവിടെ പാടില്ല. ഓ ഇത് കുക്കാണോ? വാസു ഇങ്ങോട്ട് വന്നിട്ട് കാര്യം പറയട്ടെ. കൊക്കിനെ കുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവളൊക്കെ എന്തോ വിദ്യാലയം തുടങ്ങിട്ട് എന്തോ കാര്യം. കൊക്ക് കുക്കാണ് പോലും. നിനക്ക് എന്തെങ്കിലും നേർച്ച ഉണ്ടോ? എന്റെ മൂട്ടി വന്നിട്ട് കോപ്രായം കാണിക്കാന്ന്.
ആ എന്റെ അടുത്തൊന്ന് മാറിക്കോണേ ആ പിന്നെ വല്ല കണ്ട് പേടിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മേടിച്ചോണ്ട് പിന്നെ കൊത്തിക്കൊണ്ട് പോരുത്. ഇല്ലാത്ത സാധനം കാണുമ്പോ നിനക്ക് ഉണ്ട്. വിത്തൗട്ട് ആണ്. എങ്ങനെ മനസ്സിലായി? കാല കത്തി വെച്ചപ്പോഴാ വിത്തന്നെയാണോ? കേൾക്കുന്നില്ലേ? സഹൃദയരായ എന്റെ നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ സ്കൂളിന്റെ ഇനാഗുറേഷൻ ആണ്. ഇനാഗുറേഷൻ ചെയ്യുന്നത് എല്ലാവരുടെയും സ്വന്തം നാടിന്റെ പൊന്മകൻ, നമ്മുടെ സ്വന്തം ജോക്കി. അതിനു മുമ്പേ നമ്മളുടെ സ്കൂൾ ലീഡറായ ഞങ്ങളുടെ PTA സാറിന്റെ മകനായ സൂര്യബോസ്, ഞങ്ങളുടെ സൂര്യബോസിന്റെ ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാരും സഹകരിക്കണം പ്ലീസ്. എല്ലാരും ഒന്നും മിണ്ടാതിരിക്കണം. 2 സെക്കൻഡ്. സൂര്യ സാർ, നിങ്ങൾ എല്ലാരും ഒന്ന് എണീച്ച് എണ്ണിക്കണോ ഇനി? ഇതിന് മാത്രം ആവശ്യം. പൂജയാണ്. അമ്പലത്തിൽ വന്നാണ് നിൽക്കുന്നത്. യോഗി, ഇത് ശബ്ദസംഹാര പൂജയാണ്. ഈ സ്റ്റേജ് മറിഞ്ഞ് തല വീഴും മിക്കവാറും. നമ്മുടെ പ്രാർത്ഥന പറഞ്ഞ ശുക്ലാംബദരം, ചുമ്മാ പാടാൻ പറഞ്ഞ ശുക്ലാംബദരം, പൂജ ചെയ്യാൻ പറഞ്ഞ ശുക്ലാംബദരം. ഇത് തീരെ അന്ത്യമില്ലേ ഇതിന്? ഇതിന് 2 കോടി പോരാ. ഇതാണ് ഈശ്വര പ്രാർത്ഥന. ഇനി വീണ്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ നാടിന്റെ സകല കലാവല്ലഭനും എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പരുന്തുവാസിനെ സ്റ്റേജിലേക്ക് ചെല്ലേ ജി അടിച്ചിട്ടും സാധാരണ സംസാരിക്കണം. അണ്ണാ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറഞ്ഞ കേക്കോ? ഹലോ, ജി അടിച്ചിട്ട് നോർമലി അങ്ങ് സംസാരിച്ചാൽ മതി. കേക്കോ? ഞാൻ പറയുന്നത് കേക്കോ? അണ്ണാ പറ. ഹലോ, ഞാൻ പറയുന്നത് കേക്കോ? ഹലോ, അണ്ണാ പറ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ജിയില് സംസാരിക്കുന്നു. ജിയല്ല, സാധാരണ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നില്ല സംസാരിക്കും. മാത്രം മതി. ഓക്കെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ പൊതുവെ എന്നും അടിയും ബഹളവും വഴക്കും ഒക്കെ കണ്ടാണ് നമ്മളൊക്കെ കൊച്ചിലോട്ട് വളർന്നത്. നമുക്കൊന്നും വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പഠിച്ച് വളരട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്കൂൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്കെല്ലാം നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സോ ഇനി നമ്മുടെ ഇനാഗുറേഷൻ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനാഗുറേഷൻ നടത്താൻ പോകുന്നത് ജോക്കിയാണ്. ജോക്കിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ജോക്കി വന്നോളൂ. ഇനി എന്തിനു ചെയ്യണം? മോനെ വെക്കണം. പബ്ലിക് ഇവന്റ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവന്മാരെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ പബ്ലിക് ഇവന്റ് നടക്കുന്നതും RPയിൽ പബ്ലിക് ഇവന്റ് നടത്തുന്നതും അതുപോലെ തന്നെ തിയേറ്ററിൽ
ഫസ്റ്റ് ഡേ പടം കാണാൻ തോന്നുന്നത് ഏകദേശം സെയിം ആണ്, മനസ്സിലായ? മെസ് ബോയ്സ് കുറെ ഉണ്ടാവും. അപ്പൊ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സദയം വന്ദനം. കേക്കാവോ? ഒന്നുകൂടെ പറയാം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സദയം വന്ദനം. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഞാൻ മുൾമുനയിലാണ് നിൽക്കുന്നത്. ആ മോനെ കുറച്ചന്മാർ അലമ്പുണ്ടാക്കുന്നുണ്ട് കേട്ടാ, ഒന്ന് നോക്കിക്കോണേ. വെയിറ്റ് സൈലന്റ് ആവണേ, സൈലന്റ് ആവണേ. ഒന്നും മിണ്ടാതിരിക്കാം. പരിപാടി കഴിഞ്ഞിട്ട് പാസ് കൂട്ടി വെച്ചേക്കുന്നവനെ പിൻ സ്റ്റേജിൽ കൊണ്ടിട്ട് നല്ല ഇടി കൊടുക്കണം. സാറേ ബേക്കാരൻ കഫീദ് സാറേ ബേക്കാരൻ ഹലോ കേക്കാം എല്ലാരും? ഹലോ സുഹൃത്തുക്കളെ, എല്ലാരും ശാന്തരായിട്ട് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നിങ്ങളെ കിടന്ന് ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ മാറ്റിക്കാ പിടിച്ച്. എടാ ഇതിപ്പോ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കേട്ടാ. സത്യം പറഞ്ഞ മുണ്ടെടുത്ത് നമ്മുടെ പിള്ളേരെയും കൂടെ ഇറക്കി വിട്ടാ തലമ്പിയാല. ഇവരിതേ വൈൻഡപ്പ് ചെയ്യണ്. നമ്മളെ വിചാരിച്ച കാര്യം പോരിട്ടെ അലമ്പ് പരിപാടിയോ. ഹലോ സാർ പറഞ്ഞു. നിങ്ങൾ അകത്തോട്ട് നിൽക്കാവോ വാസു? ആ ഞാൻ പുറത്തോട്ട് ഇറങ്ങാതെ ഒറ്റ മിനിറ്റ്. എന്നെ ആർക്കറിയേണ്ടത്? ആർക്കറിയേണ്ടത്? ലൈറ്റുള്ള ആളുടെ പേര് ജോക്കി. ജോക്കി ജോക്കി. കൊള്ളാം. ഇവരുടെ പേരെന്താ? പേര് അക്കു ജൂനിയർ. അക്കു ജൂനിയർ. അപ്പി ജൂനിയറാ? അക്കു ജോക്കി. അക്കു വാസു, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു മൊണഞ്ച സൗണ്ടിലൊട്ട് സംസാരിച്ച ഓർമ്മയുണ്ടോ? ആരാന്നൊരു ഇവിടത്തെ ജോക്കി? എവിടെ മറ്റേ സംസാരിച്ചപ്പോ ഒരുത്തൻ സംസാരിച്ചാണ് എന്നെപ്പോ ബൈക്കിലോട്ട് സംസാരിച്ചു. റേഡിയോ ഇല്ല കേട്ടോ, എനിക്ക് തിരക്കിലാണ്. ഇതാരാ? മനസ്സിലായ? ഉസ്മാനല്ലേ? സുഖാണോ? ഉസ്മാൻ. നീ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വന്നാണോ? സ്കൂളിൽ ജോയിൻ ചെയ്യല്ല, സ്കൂളിനകത്ത് പൂജാരിയായിട്ട് വന്ന. പൂജാരിയാ? പൂജാരി കഴിച്ച? പൂജാരിയുടെ പേര് ഉസ്മാനാ? ഉസ്മാൻ പൂജാരി. മതേതരത്തെ പൂജാരിയാണോ? മുതുക്കില്ലാത്ത എല്ലാ പൂജയും ചെയ്യും. ഓസ്മാനെ
പബ്ലിക് ഇവന്റ്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേസ്. ഇതിനകത്ത് ഭയങ്കര പാടാണ്, അറിയാ. ഇതിൽ കുറച്ച് സീനാണ് ഈ പബ്ലിക് ഇവന്റ് ഒക്കെ ചെയ്യാൻ. പിന്നെ എലിയുടെ പ്രോഗ്രാം അല്ലേ, അവളെല്ലാം മിന്നി. എലിയുടെ ബോയ് ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം. ആ പറ. ഓ സുഖം. ഇതാരാണ്? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ വാസവൻ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. പറഞ്ഞു കൂടെ കൊട്ടെ ഒരു സെക്കൻഡ് വാസവൻ പറഞ്ഞുതരാം. അവന്മാരെ കുറച്ചനാട് നിക്കട്ടെ, അലമ്പാ ഇറങ്ങി പോവാ. സമാധാനം തരുന്നില്ലല്ലോ. എന്തൊക്കെ പരിപാടികളാണ്, എന്തൊക്കെ മനസ്സിലായില്ല. ഇവിടെ വല്ല നടത്തിയാലും എന്ത് സമാധാനം. നീയാണോ നശിപ്പിച്ചത്? ആരെങ്കിലും ചിന്തിക്കൂ ഇതൊക്കെ ഇങ്ങനൊക്കെ? എങ്ങനെ അവിടെ തന്നെ മാറ്റിയത് കേട്ടോ കേര്. അങ്ങനെ വള്ളിയായിരുന്നോ? പിന്നല്ലാതെ എടുത്താലോ? ഞാൻ ഇപ്പൊ ഈ ചുവന്നുടുപ്പിട്ടേക്ക് നമ്മൾ 5 പേരില്ലേ? മനസ്സിലായ? രണ്ടുപേരും ഒരു വള്ളി എടുക്കാടാ. എന്റെ പൊന്ന് ജോക്കി, വള്ളി എടുത്തിട്ട് നമുക്ക് വേറെ കുറെ പണിയുണ്ട്. നമുക്ക് കുറച്ച് നമ്മള് പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. നമുക്ക് ഈ ശൗചാലയത്തിൽ നിന്ന് പോകാം. അവിടെ നിക്കറ് മാത്രമേ ഞാൻ എടുത്തോണ്ട് വന്നേക്കുന്നേ. അതിട്ടോണ്ട് ഓടേണ്ടി വരും. ബാക്കിയൊന്നും സുമറമേടയിലാണോ? ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരും. ജോക്കി ഇടക്കിടക്ക് പറയല്ലേ ജോക്കി? വിഷമാവൂലേ ജോക്കി? ഈ ജോക്കിക്കൊരു ഇതില്ല, മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള എന്താ ജോക്കിങ്ങനെ മുരടനായി പോയി. ഒരു പെണ്ണൊക്കെ വന്നല്ലേ സെറ്റാകത്തുള്ളൂ. പെണ്ണില്ലാത്തോണ്ട് അകത്തും നമുക്ക് സത്യം പറഞ്ഞാൽ ജോക്കിയെ കല്യാണം കഴിപ്പിച്ചത് എന്താ പറയുന്നത്? ഇതൊക്കെ ഞാൻ കൊറേ നോക്കിയത് നടക്കണ കേസുകളെ. ജോക്കിയുടെ മനസ്സ് കയറുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ജോക്കി സമ്മതിക്കും. ജോക്കി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് എന്താ അപ്പൊ വീണ്ടും പിയല്ലേ? ഇവിടെ നല്ലൊരു ഇവന്റ് നടത്താൻ സമ്മതിക്കത്തില്ല ഗൈസ്. ഇവിടെ നല്ലൊരു ഇവന്റ് നടത്താൻ സമ്മതിക്കത്തില്ല. നടത്തിയാൽ ഇങ്ങനെയാണ്. ഇത് കണ്ട എല്ലാരും കത്തി. ഇതിപ്പോ എന്റേത് 59 ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റണം. മനസ്സിലായ? ഇവരെല്ലാം പോയി. ഇവരെല്ലാം അനങ്ങിയിരിക്കാൻ കണ്ട. ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവനിടയ്ക്ക് ഒരു ചെറിയ വർത്താനം പറഞ്ഞായിരുന്നു. എന്താ അയ്യോ അടിയായേ. ഇതാണ് അവസ്ഥ. 23 PL 23 പിങ് 217. ജോക്കിയുടെ മനസ്സിലൊരു ആൺകുട്ടിയാണോ?